2 ലക്ഷം വീട്ടമ്മമാർക്ക് പ്രാദേശിക തൊഴിൽ. ബാലറ്റ് യന്ത്രത്തിൽ 4ാമത്തെ ചിഹ്നം. ഗവൺമെന്റ് കോളേജ് വായ്പകൾ 20,000 കോടി രൂപയാക്കും. ബാലറ്റ് ആവേശം അതിരുവിടുന്നു. കുട്ടിക്കലാശത്തിൻ്റെ പേരിൽ ജനങ്ങളെ ബന്ദികളാക്കുന്ന രാഷ്ട്രീയ വൈകൃതം. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തിരശ്ശീല വീഴുമ്പോൾ സംസ്ഥാനത്തിൻ്റെ മുക്കുമൂലകളിൽ അരങ്ങേറിയ കുട്ടിക്കലാശം ആവേശത്തിനപ്പുറം സാധാരണക്കാരൻ്റെ ജീവിതത്തെ സ്തംഭിപ്പിച്ച ക്രൂരമായ ആഘോഷമായി മാറി. വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെ നിശ്ചയിച്ചിരുന്ന ഈ ശക്തി പ്രകടനം സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിലെയും കവലകളിലെയും ഗതാഗത സംവിധാനങ്ങളെ പൂർണ്ണമായും തകർക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. വാദ്യമേളങ്ങളുടെയും മുദ്രാവാക്യം വിളികളുടെയും അകമ്പടിയോടെ റോഡുകൾ കൈയടക്കിയ രാഷ്ട്രീയ പ്രവർത്തകർ ആംബുലൻസുകൾക്കും ഓഫീസ് കഴിഞ്ഞ് മടങ്ങുന്നവർക്കും ആശുപത്രി ആവശ്യങ്ങൾക്കായി പുറപ്പെട്ടവർക്കും മണിക്കൂറുകളോളം ദുരിതം സമ്മാനിച്ചു. ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായുള്ള പ്രചാരണം എന്നതിലുപരി സാധാരണക്കാരൻ്റെ വഴി തടഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ ആട്ടക്കലാശം ആർക്ക് വേണ്ടിയാണ് എന്ന ചോദ്യം ശക്തമാവുകയാണ്. വരും വർഷങ്ങളിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരം ആഭാസങ്ങൾ അവസാനിപ്പിക്കാൻ നടപടികൾ ഉണ്ടാകണമെന്ന പൊതുവികാരം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. ഇനി ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ അവസാനിപ്പിക്കണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയൂ.